Hello everyone, welcome back. So, Mastiska Maranam, starring Rajisha Vijayan, Niranj Manipala Raju, Divya Prabha, രാഹുൽ രാജഗോപാൽ പിന്നെ ജഗദീഷ് സുരേഷ് കൃഷ്ണ എന്നിവരും ഈ സിനിമയിലുണ്ട്. ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ ഒരാളാണ് കൃഷാന്ത് പി കെ. ഇതിൻ്റെ പ്രൊഡ്യൂസർ വിനായക് അജിത്ത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് പ്രയാഗ് മുകുന്ദ്. മ്യൂസിക് ആൻഡ് സൗണ്ട് ചെയ്തിട്ടുള്ളത് വർക്കി എന്നിവരാണ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പോൾ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇരു സിനിമയിലത്തെ കഥ നടക്കുന്നത് 2046-ലാണ്. അതായത് ഇപ്പോൾ 2026, 20 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് 2046-ലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ ഈ 2046 കേരളത്തിൽ നമ്മൾ എന്തൊക്കെ കാണാൻ, കേരളം എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാണണം, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമത്തെ പെർഫോമൻസ് എല്ലാവരും, പ്രത്യേകിച്ച് രജീഷ വിജയൻ എന്നിവരുടെ ഒക്കെ പെർഫോമൻസ് വളരെയധികം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പെർഫോമൻസ്, പ്രത്യേകിച്ച് രജീഷ വിജയൻ. പിന്നെ ഈ ഒരു സിനിമയിൽ എന്താ പറയുക, അത്യാവശ്യം കോമഡി, അതായത് അത്യാവശ്യം ചിരിക്കാനുള്ള ചില എലമെൻറ്റ്സ് ഉണ്ട്. ചിരിക്കുന്നതിനപ്പുറം ഈ ഒരു സിനിമയിൽ കുറേ മനസ്സിലാക്കാൻ കുറേ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ എക്സ്പെരിമെൻറ്റ്സ്, എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നൊരു പടമാണ് ഒരു മസ്തിഷ്ക മരണം എന്നുള്ളൊരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സിനിമയിൽ കോർട്ടിൽ, അതായത് എന്തെങ്കിലും കേസ് നമ്മൾ വാദിക്കുന്നുണ്ട്, കോടതിയിൽ എന്തെങ്കിലും കേസ് വാദിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ന്യൂസുകൾ നമ്മൾ എന്താ പറയുക ടി വിയിലെ ന്യൂസായിട്ട് കാണാം. പക്ഷേ ഈ സിനിമയിൽ ചിലവരൊന്നും ടി വിയിലല്ല കാണുക. ചിലവരൊക്കെ എന്താ പറയുക വീട്ടിലൊക്കെ ഇരുന്ന് VR വെച്ചിട്ടുണ്ട് കാണുക. ചിലവരെന്ന് പറയുന്നത് സ്മാർട്ട് വാച്ചിൽ അതിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതായത് കാലഘട്ടം കൂടുതൽ കുറേ പുരോഗമിച്ച് കുറേ ഇൻവെൻഷൻസൊക്കെ വന്നിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു സിനിമയിൽ സാധാരണ നമ്മുടെ സിനിമകളിൽ പോലീസ് കള്ളനെ പിടിക്കുന്നത് ചിലപ്പോൾ ജീപ്പിൽ ചേസ് ചെയ്തിട്ടാവും, അങ്ങനത്തെ രീതികളൊക്കെയാണ് സാധാരണ പിടിക്കുക. പക്ഷേ ഈ ഒരു സിനിമയിൽ എന്താ പറയുക, കള്ളനെ പോലീസ് പിടിക്കാൻ വരുന്നത് തന്നെ ആകാശത്തോടെ പറന്നാണ് വരുന്നത്. അതായത് കുറേ ടെക്നോളജികൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് നമുക്ക് എന്താ പറയുക ഡീറ്റെയിലിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ സിനിമയിൽ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് എന്താ പറയുക VR ആണ്. അതായത് VR നമുക്കറിയില്ല, ആ ഒരു സംഭവമാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ 1-2 വട്ടം മാത്രമേ ആ റൂട്ടിൽ വാഹനങ്ങൾ പോകുന്നല്ലോ, 1-2 വട്ടം മാത്രമേ കാണുള്ളൂ. പിന്നെ ഒന്നും നമ്മളെ കാണില്ല. പിന്നൊക്കെ ഒരു ആകാശത്തോടൊക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് തന്നെ ആകാശത്തോടെ പറന്ന പോകണം, അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിനിമ ഇതുവരെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു സിനിമയിൽ ചില ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ഈ രജിഷ വിജയൻ്റെ ഒക്കെ, അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് ഡാൻസ് പെർഫോമൻസ്. പിന്നെ ഈ ഒരു സിനിമ മെയിനായിട്ട് എന്താ പറയുക VR-ലൂടെ ബ്രെയിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഓരോ ഗെയിംസുകൾ കളിക്കുന്നത്, റിയൽ ലൈഫിൽ ഇൻസിഡൻറ്റുകളൊക്കെ, റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിനിലൂടെ, അതായത് ഈ ഗെയിമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് കളിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു മർഡർ നടക്കുന്നുണ്ട്. ഇപ്പം മർഡർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മർഡറിൽ ഇത് കൊല ചെയ്ത ആളുണ്ടാവും, അതിനോടൊപ്പം തന്നെ ഇതിനൊക്കെ സാക്ഷ്യം വെച്ച ആളുണ്ടാവും. അപ്പോൾ ആളുടെ സ്ഥാനത്ത് ശരിക്കും ഒരാളുണ്ടാവും അങ്ങനെ. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുക, അതായത് നമ്മളും കളിക്കുക ഒരു ഇൻസിഡൻറ്റ് ഈ VR വെച്ചിട്ട്, അതിലൂടെ നമ്മളും കളിക്കും ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സിനിമ ക്ലൈമാക്സിൽ ഡീകോഡിങ് അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ സിനിമയിൽ ഇതാണുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻഗേജിങ് ആയിട്ട് നമുക്ക് കാണാവുന്നൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യമാണ് ഈ സിനിമയിൽ തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമ കണ്ടിട്ട് ഇതിൻ്റെ വലിയ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻറ്റായി പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു മൂവി റിവ്യൂ ആയിരിക്കും. ഗുഡ് ബൈ.